പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റീഡിങ്ങിലുള്ള ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം IELTS റീഡിങ്ങിൽ ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ, ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ്, വൺ വേർഡ്സ്, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് കൂടുതലും കുട്ടികൾക്ക് കൺഫ്യൂഷൻ നേരിടുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ള ഒരു സെറ്റാണ് ലിസ്റ്റ് ഓഫ് ഹെഡിങ് എന്നുള്ളത്. സോ ലിസ്റ്റ് ഓഫ് ഹെഡിങ് എങ്ങനെയാണ് ചെയ്യുക? കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അതിന്. ആ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 80 അല്ലെങ്കിൽ 90% വരെ നമ്മുടെ ഉത്തരങ്ങൾ ശരിയാക്കി എടുക്കാൻ പറ്റും. ഇൻ മോസ്റ്റ് കേസസ് 80%. ചില ടെസ്റ്റുകളിലൊക്കെ നമുക്ക് 100% തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്ന 90% എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്ര സ്കില്ലില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. സ്കില്ലുള്ളവർക്ക് ടെക്നിക്കൊന്നും വേണമെന്നില്ല, സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ലിസ്റ്റ് ഓഫ് ഹെഡിങ് വരുന്നത് ഒരു ബോക്സിൽ കുറച്ച് ഓപ്ഷൻസ് ആയിട്ട് തരും. ഫോർ എക്സാമ്പിൾ 8 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് 6 ചോദ്യങ്ങളാണ് ഉള്ളതെന്ന് വിചാരിക്കുക. സോ ആ 8 ഓപ്ഷനുകളിൽ നിന്ന് 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തണം. വിച്ച് മീൻസ് 6 പാരഗ്രാഫുകൾക്കുള്ള ഹെഡിങ് കണ്ടെത്തണം. 6 ചോദ്യങ്ങൾക്ക് 8 ഓപ്ഷൻസ് തരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം 2 ഓപ്ഷനുകൾ എക്സ്ട്രാ ഉണ്ട്. ഇതിനെ വിളിക്കുന്നത് ഡിസ്ട്രാക്ടർ എന്നാണ്. കാരണം ഈ 2 ഓപ്ഷനുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതാണ് ശരി എന്ന് തോന്നത്തക്ക രീതിയിലായിരിക്കും അവർ എഴുതി വെച്ചിട്ടുണ്ടാവുക. വളരെ സിമ്പിൾ വാക്കുകളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. കൂടുതലും പാസേജുകളിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ വാക്കുകൾ തന്നെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നെയോ ആയിരിക്കും അവർ ഈ ഹെഡിങ്ങിലും ഉപയോഗിച്ചിട്ടുണ്ടാവുക. സോ വി ടെൻഡ് ടു ചൂസ് ദീസ് കൈൻഡ് ഓഫ് ഡിസ്ട്രാക്ടർ ഹെഡിങ്സ്. സോ അതിന് വേണ്ടിയിട്ടാണ് അവർ 2 ഓപ്ഷൻസ് എക്സ്ട്രാ തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം ലിസ്റ്റ് ഓഫ് ഹെഡിങ് ആണ് നമ്മുടെ ചോദ്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, എത്ര ചോദ്യങ്ങളുണ്ടെന്ന് നോക്കുക, എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുക. ഏതെങ്കിലും പാരഗ്രാഫുകൾക്ക് നമ്മൾക്ക് ഹെഡിങ് കണ്ടുപിടിക്കേണ്ടാത്തതായിട്ടുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ടൈമും കൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ചില ടെസ്റ്റുകളിലൊക്കെ പാരഗ്രാഫ് എക്ക് ഓൾറെഡി ഉത്തരങ്ങൾ അവർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് മീൻസ് എക്സാമ്പിൾസ് എന്നുണ്ടാവും. പക്ഷെ നമ്മൾ ലിസ്റ്റ് ഓഫ് ഹെഡിങ് കാണുമ്പോൾ തന്നെ നേരിട്ട് പോയി പാരഗ്രാഫ് വായിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഉത്തരം കണ്ടുപിടിക്കുമ്പോഴായിരിക്കും ചോദ്യത്തിൽ ഇത് ഓൾറെഡി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണുക. സോ അങ്ങനെ കാണുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അത്രയും നേരം വായിച്ച സമയം നമ്മുടെ വേസ്റ്റ് ആയി പോവാണ്. വിച്ച് ഈസ് നോട്ട് കാൽക്കുലേറ്റഡ് ഇൻ ദ റീഡിംഗ് ടെസ്റ്റ്. സോ 1 മണിക്കൂർ എന്നവർ പറയുന്നത് അവർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാനുള്ള സമയം മാത്രമാണ്. പാരഗ്രാഫിനുള്ള ചോദ്യം അവർ ചോദിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന സമയം അവർ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. സോ ആ സമയം നമ്മൾ സക്സസ്ഫുള്ളി വേസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ആദ്യം തന്നെ എത്ര ചോദ്യങ്ങളുണ്ട് എന്നുള്ളതും എത്ര ഓപ്ഷൻസ് നമുക്കുണ്ട് എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. ഒന്നാമത്തെ ടിപ്പ് അതാണ്. രണ്ടാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺട്രാസ്റ്റ് കാണിക്കുന്ന എന്തെങ്കിലും വാക്കുകൾ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ബട്ട്, ഇൻ കോൺട്രാസ്റ്റ്, കൺവേഴ്സ്ലി, ഈവൻ ദോ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വാക്ക് ഉപയോഗിക്കുന്നതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളെക്കാൾ അതിന് കീഴിൽ പറയുന്ന കാര്യങ്ങളാണ് റൈറ്റർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സോ അതിന് താഴെയുള്ള കണ്ടന്റ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പാരഗ്രാഫിന് ഹെഡിങ് കണ്ടെത്താനായിട്ട്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കിമ്മിങ് ഐഡിയ മാത്രം യൂസ് ചെയ്തിട്ട് വേണം ലിസ്റ്റ് ഓഫ് ഹെഡിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നമുക്കറിയാം സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് എന്നുള്ള 2 രീതികളുണ്ട്. സ്കിമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന പോലെ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു നോക്കുക. എല്ലാ വാക്കുകളും നിങ്ങൾക്ക് അറിഞ്ഞോളണം നിർബന്ധമില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഒരു സെന്റൻസിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. കാരണം നമുക്ക് ആ സെന്റൻസിൽ നിന്ന് മാത്രമല്ല നമുക്ക് പാരഗ്രാഫിന്റെ ഹെഡിങ് എടുക്കാനുള്ളത്. ആ പാരഗ്രാഫിൽ കംപ്ലീറ്റ്ലി അവരെന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്താണോ അവരുടെ മെയിൻ കണ്ടന്റ്, അതിനനുസരിച്ചാണ് നമുക്ക് ഹെഡിങ് ചൂസ് ചെയ്യാനുള്ളത്. സോ ഈ 3 കാര്യങ്ങൾ നമ്മൾ പാരഗ്രാഫ് ഹെഡിങ് ചെയ്യുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുക, പാരഗ്രാഫുകൾക്ക് ഹെഡിങ് കണ്ടുപിടിക്കാനുള്ള ട്രൈ ചെയ്യുക. ഇനി എങ്ങനെയാ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം വളരെ ഈസിയാണ്. ആദ്യം നമ്മൾ ഓപ്ഷൻസ് വായിക്കാതിരിക്കുക. കൂടുതലും കുട്ടികൾ ചെയ്യുന്നതാണ് ഓപ്ഷൻസ് ചാടിക്കയറി ഓപ്ഷൻസ് വായിക്കും. അങ്ങനെ ചെയ്യരുത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് പാരഗ്രാഫിനാണോ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്
ഏത് പാരഗ്രാഫിനാണോ കണ്ടുപിടിക്കേണ്ടത് ആ പാരഗ്രാഫ് മാത്രം വായിക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം ഓപ്ഷൻസ് നോക്കുന്നതിന് മുമ്പ്. സോ ആദ്യം തന്നെ നിങ്ങൾ പാരഗ്രാഫ് വായിക്കുക. അതിനുശേഷം 8 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ 1 മുതൽ 8 വരെയുള്ള എല്ലാ ഓപ്ഷനുകളും വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കണക്ഷൻ അതിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും രീതിയിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും നിങ്ങൾ വായിച്ച പാരഗ്രാഫിനും തമ്മിൽ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് എന്നിട്ട് ആ പാരഗ്രാഫിന്റെ നമ്പർ ഇട്ട് വെച്ചേക്കുക. ഫോർ എക്സാമ്പിൾ, എ പാരഗ്രാഫിന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ ഓപ്ഷന് നേരെ ക്വസ്റ്റ്യൻ മാർക്ക് എ എന്നിട്ട് വെക്കുക. ഇങ്ങനെ ഇട്ട് വെക്കുന്നത് നിങ്ങൾക്ക് ഈ ഓപ്ഷന് ആ പാരഗ്രാഫുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നൊരു നിഗമനത്തിൽ എത്താൻ സഹായിക്കും. പക്ഷെ ഒരിക്കലും ഫിക്സ് ചെയ്യരുത്. നിങ്ങൾ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതൊരു ഫിക്സേഷൻ ആവും. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ലാസ്റ്റ് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ എല്ലാ പാരഗ്രാഫുകൾക്കും, 5 പാരഗ്രാഫാണ് അല്ലെങ്കിൽ 7 പാരഗ്രാഫ് ആണെങ്കിൽ 7 പാരഗ്രാഫുകൾക്കും നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഓപ്ഷൻസ് മാർക്ക് ചെയ്യുക. ബട്ട് നെവർ ഫിക്സ് ദാറ്റ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ 2 ഓപ്ഷനുകൾ കിട്ടാം, ചിലപ്പോൾ ഒരു ഓപ്ഷനേ കിട്ടുള്ളൂ. ഒരു ഓപ്ഷനേ കിട്ടുന്നുള്ളെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കണക്ഷൻ ആയിട്ട് തോന്നിയത് ഒരെണ്ണത്തിനേ ഉള്ളൂ എന്നാണ്. അത് ശരിയാവാനുള്ള ചാൻസ് 90% മുകളിലുണ്ട്. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് 2 ഓപ്ഷനുകളോ 3 ഓപ്ഷനുകളോ കിട്ടാം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് മുൻപോട്ട് കൊണ്ടുപോകാം. ഒന്നാമത്തത്, അപ്പോൾ തന്നെ പാരഗ്രാഫിലുള്ള ഇൻഫർമേഷൻ വായിച്ചിട്ട് ഈ 3 ഓപ്ഷനുകളിൽ നിന്നും എന്തിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കുക. സോ അത് ഒന്നാമത്തെ രീതിയാണ്. ഒരു പാർട്ട് 1 അല്ലെങ്കിൽ സെക്ഷൻ 1 സെക്ഷൻ 2 നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് സെക്ഷൻ 3 കുറച്ചും കൂടെ ഹാർഡായിട്ടാണ് നമുക്ക് പാസേജ് കിട്ടുക. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളും വേർഡ്സും ഒക്കെ ആയിരിക്കും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് അങ്ങനെ തന്നെ വിട്ടേക്കുക, കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഓരോ ഓപ്ഷന് തന്നെ നിങ്ങൾക്ക് 2-3 പാരഗ്രാഫിന്റെ നെയിം കിട്ടും. ഫോർ എക്സാമ്പിൾ, ഓപ്ഷൻ 3ക്ക് പാരഗ്രാഫ് എ എന്നും പാരഗ്രാഫ് ഡിക്കും നിങ്ങൾക്ക് കണക്ഷൻ തോന്നിയെങ്കിൽ അവിടെ നിങ്ങൾക്കത് ശ്രദ്ധിക്കാം. ഡിക്ക് വേറെ ഓപ്ഷനുകളൊന്നും വന്നിട്ടില്ലാത്ത പക്ഷവും എ പാരഗ്രാഫിന് വേറെ ഓപ്ഷനുകൾ വന്നിട്ടുള്ള പക്ഷവും നിങ്ങൾക്ക് ഈ 3ാമത്തെ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന പാരഗ്രാഫിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ലിസ്റ്റ് ഓഫ് ഹെഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ തരാം. എൻ്റെ മെത്തേഡ് ഇതായതുകൊണ്ട് നമുക്കൊരു വലിയ സെറ്റ് എടുത്ത് ചെയ്ത് കാണിക്കൽ പോസിബിൾ അല്ല. സോ നമുക്കിപ്പോൾ ഞാനൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങുകളിൽ 3ാമത്തെയും 6ാമത്തെയും ഓപ്ഷൻസും ശ്രദ്ധിക്കുക. ഫോൾഡിങ് വിങ്സ് ഫോർ പർപ്പസ്, ഡൈവിങ് ഫോർ സീ ഫുഡ്. ബൂബീസ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫിലുള്ള എ പാരഗ്രാഫിനുള്ള ഒരു ഓപ്ഷൻസ് ആണ്. കുട്ടികൾ കൂടുതലും ചൂസ് ചെയ്യാറുള്ള 2 ഓപ്ഷനുകളാണിത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഫോൾഡിങ് വിങ്സ് ഫോർ പർപ്പസിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്, ഡൈവിങ് ഫോർ സീ ഫുഡിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ 2 ഓപ്ഷൻസ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഏതിനകത്താണ് കൂടുതൽ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഡൈവിങ് ഫോർ സീ ഫുഡിനെ പറ്റിയിട്ടാണോ, ഫോൾഡിങ് വിങ്സ് ഫോർ പർപ്പസിനെ പറ്റിയിട്ടുള്ളതാണോ? ഫോൾഡിങ് വിങ്സ് ഫോർ പർപ്പസ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ്. അത് അതുപോലെ തന്നെ പാരഗ്രാഫിൽ ഉണ്ട് കാണും. ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ളത് കൂടുതലും ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതായിരിക്കാം ഉത്തരം എന്ന് ചിന്തിക്കുന്ന ഓപ്ഷനുകൾ ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. സോ ഇവിടെ വരുന്ന ഉത്തരം ഡൈവിങ് ഫോർ സീ ഫുഡ് എന്നാണ്. കാരണം ഫോൾഡിങ് വിങ്സ് ഫോർ പർപ്പസ് എന്നുള്ളത് ഡൈവിങ് എന്ന് പറയുന്ന അവർ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ഒരു ആക്ഷൻ മാത്രമാണ്. ഫോൾഡിങ് വിങ്സ് ഫോർ പർപ്പസ് ആണ് ഉത്തരമായിട്ട് വരേണ്ടതെങ്കിൽ ആ പാരഗ്രാഫിൽ മുഴുവൻ ഫോൾഡിങ് വിങ്സ് ഫോർ പർപ്പസ് എന്നുള്ള ആ ഒരു ഐഡിയനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അവിടെ ഡൈവിങ്ങോ വേറെ ഇര പിടിക്കലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. സോ ഡൈവിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഈ പാരഗ്രാഫിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രൊസീജിയറാണ് ഫോൾഡിങ് വിങ്സ് ഫോർ പർപ്പസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ കണ്ടെത്താനായിട്ട് പറ്റുക. സോ ഇങ്ങനെ എല്ലാ പാരഗ്രാഫുകളും വായിച്ചിട്ട് നിങ്ങൾ ആദ്യം തന്നെ പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്യുക. അതിനുശേഷം ഫൈനലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിന്റെ ഉത്തരങ്ങൾ ശരിയാക്കി എടുക്കാനും പറ്റും. ഒരു 90-95% വരെ നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ശരിയാക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും IELTS സ്പോക്കൺ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ വിലയേറിയ ലൈക്ക്, ഷെയർ, കമൻസ്
എനിക്ക് കൂടുതൽ പ്രചോദനം തരുന്നതാണ്. സോ നിങ്ങൾ ഒരിക്കലും അതിന് മടി കാണിക്കരുത്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവേത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്ക് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉത്തരങ്ങൾ കമന്റ് സെക്ഷനിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ.